ഒരാളെ ചീത്ത പറഞ്ഞാൽ ഔ തനഖസഹും ഔ തഅന ഫീഹിം, സ്വഹാബികളെ ചെറുതായി കാണുകയോ അവരൊന്നും നിസ്സാരന്മാർ എന്ന രീതിയിൽ പറയുകയോ, ഔ തഅന ഫീഹിം, ഒരു സ്വഹാബിക്ക് കുഴപ്പമുണ്ട്, അദ്ദേഹം ചെയ്ത് ശരിയല്ല എന്നോ, ഔ അറള ബിഐബിഹിം, ഒരു സ്വഹാബിയുടെ ഏതെങ്കിലും ഒരു ഐബെടുത്ത് പറയുകയോ ചെയ്താൽ, ഔ ആബ അഹദം മിൻഹും, സ്വഹാബികളിൽ ഒരു സ്വഹാബിയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞാൽ, ഫഹുവ മുബ്തദിഉൻ ഖബീഥുൻ മുഖാലിഫുൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദലാ. ഒരു സ്വഹാബിയെ ചെറുതായി കാണുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്താൽ അവർ മോശപ്പെട്ടവരാണ്, മുബ്തദിആണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധനാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദലാ, അവരുടെ ഒരു അമൽ പോലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ബൽ ഹുബ്ബുഹും സുന്നഹ്, അവരെ സ്നേഹിക്കുന്നത് സുന്നത്താണ്. വദ്ദുആഉ ലഹും ഖുർബഹ് റളിയല്ലാഹു അൻഹും എന്ന് പറയുന്നത് ഇബാദത്താണ്. വൽ ഇഖ്തിദാഉ ബിഹിം വസീല, അവരെ പിൻപറ്റി ജീവിക്കുന്നത് വസീലയാണ് റബ്ബിലേക്ക് എത്താനുള്ള. വല്ലഖ്ദു ബിആഥാരിഹിം ഫളീല, സ്വഹാബിമാരുടെ അഥർ പിൻപറ്റുന്നത് ഫളീലത്തുൻ, ഏറ്റവും പുണ്യമായ അമലാണ്. വഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ ഹബീബായ നബി തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ളത് അബൂബക്കറിന് സിദ്ദീഖ്. ചൊല്ലിക്കോളൂ റളിയല്ലാഹു അൻഹു. വഉമറുൻ ബഅദ അബീ ബക്കറിൻ, ഉമർ തങ്ങൾ കഴിഞ്ഞാൽ, അബൂബക്കർ എന്നവർ കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വഉസ്മാൻ ബഅദ ഉമർ, ഉമർ തങ്ങൾ കഴിഞ്ഞാൽ ഉസ്മാൻ എന്നവർ. വഅലിയുൻ ബഅദ ഉസ്മാൻ, ഉസ്മാൻ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അലിയാര്. വഹും ഖുലഫാഉൻ റാഷിദൂന മഹ്ദിയൂൻ ലാ യജൂസു ലിഅഹദിൻ അൻ യദ്കുറ ശൈഅൻ മിൻ മസാവീഹിം, അവരെ സംബന്ധിച്ച് ഒരു കുറ്റം പോലും പറയാൻ ആർക്കും ജായിസല്ല. വലാ യതുഅനു വലാ അഹദിൻ മിൻഹും ബിഐബിൻ ഔ നഖ്സിൻ, ഒരു കുറ്റമോ കുറവോ അവരെ പറ്റി പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വജബ അല സുൽത്താനി തഅദീബുഹു വഉഖൂബതുഹു, അവിടെ ഒരു മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ ഒരു സ്വഹാബിയെ ചീത്ത പറഞ്ഞാൽ അയാളെ ജയിലിലടക്കുകയും ശിക്ഷിക്കുകയും വേണം. മര്യാദ പഠിപ്പിക്കൽ ഭരണാധികാരിക്ക് അത്യാവശ്യമാണ് എന്ന് പറയുന്നത് പണ്ഡിത ലോകത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന ഉലമാഉ അഹ്ലുസുന്നയുടെ നേതാവ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ബിദ്അത്ത് വന്ന കാലം ബിദ്അത്തിനെതിരെ പടപൊരുതിയ മഹാൻ. വസഹ വമാ സഹ ഫീമാ ജറാ ബൈനഹും മിൻ ഖിലാഫ് ഫഹും ഫീഹി മുജ്തഹിദൂൻ, അവർക്കിടയിൽ വന്ന അഭിപ്രായ വ്യത്യാസം അവർ ഇജ്തിഹാദ് ചെയ്തവരാണ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ നന്മയെ കണ്ടെത്താനുള്ള പരിശ്രമമെന്ന് മലയാളത്തിൽ ചെറുതായി പറയാം. അത് ഫിഖഹിന്റെ ഒരു ഇസ്തിലാഹാണ്. അവർ മുജ്തഹിദീങ്ങളാണ്. ഇമ്മാ മുസീബൂൻ, ഒന്നുകിൽ അവർക്ക് സത്യം ബോധ്യപ്പെട്ടു. വലഹും അജ്റുൽ ഇജ്തിഹാദി വ അജ്റുൽ ഇസ്വാബ, നന്മ കിട്ടിയതിൻ്റെ കൂലിയും ആ പരിശ്രമം ചെയ്തതിൻ്റെ കൂലിയും അവർക്ക് കിട്ടും. ഇമ്മാ മുഖ്തിഊൻ, ഒരുപക്ഷേ സ്വഹാബിമാർക്കതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടാകാം. വലഹും അജ്റുൽ ഇജ്തിഹാദി, ഇജ്തിഹാദ് ചെയ്തതിൻ്റെ കൂലിയുണ്ടവർക്ക്. വഖതഉഹും മഗ്ഫൂർ, അവർക്ക് സംഭവിച്ച പിഴവ് അല്ലാഹു പുറത്തു കൊടുക്കും. വലാകിൻ മാ അക്തറ സവാബഹും ബിന്നിസ്ബത്തി ലിസവാബി ഗൈരിഹിം, മറ്റുള്ളവരെക്കാളും അവർ ചെയ്ത നന്മകൾ എത്ര കൂടുതലാണ്, മറ്റുള്ളവരെക്കാളും അവരുടെ പിഴവ് എത്ര കുറവാണ് എന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി സ്വഹാബിമാരെ സംബന്ധിച്ച് പറയാം. അങ്ങനെ വരികയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ആരാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാർ ആരാണ്, അത് കഴിഞ്ഞാൽ അല്ലാഹു ജല്ല ജലാലുവിൻ്റെ മഹത്വം എത്രയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെയോ അവൻ്റെ റസൂലിനെയോ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അനുയായികളെയോ സ്വഹാബിമാരെയോ ചെറുതായി കാണുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്ത് സംസാരിക്കുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. മഹാനായ അബൂ സുർഅ റളിയല്ലാഹു തആല അൻഹു മഹാനവർ പറയുമായിരുന്നു, അബൂ സുർഅത്തുർ റാസി എന്നറിയപ്പെടുക, ഇദാ റഅയ്ത റജുല യൻതഖിസു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ് ഫഅലം അന്നഹു സിന്ദീഖ്. ഹബീബായ നബിയുടെ സ്വഹാബിമാരിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച്
ആരെങ്കിലും ചെറുതാക്കി പറയുന്നത് കണ്ടാൽ അറിയണം ഫഹുവ സിന്ദീഖ്, അവൻ യുക്തിവാദിയാണ് എന്ന് പറയണം. വദാലിക അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദനാ ഹഖ്ഖുൻ, കാരണം ഹബീബായ നബി സത്യസന്ധനായ നബിയാണ്. വൽ ഖുർആനു ഹഖ്ഖുൻ, ഖുർആൻ സത്യമാണ്. വഇന്നമാ അദ്ദാ ഇലൈനാ ഹാദൽ ഖുർആൻ വസ്സുനൻ, ഹബീബിന്റെ സുന്നത്തും പരിശുദ്ധ ഖുർആനും നമ്മളിലേക്ക് കൈമാറിയത് അസ്ഹാബു റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബികളാണ്. അങ്ങനെ സ്വഹാബിമാര് മോശപ്പെട്ടവരാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിലേക്ക് എത്തിയ ഖുർആനും ഹദീസും തെറ്റാണ് എന്ന് വരുത്താനാണ് അവരാ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർ യുക്തിവാദികളോ ഇസ്ലാം എന്ന് പുറത്തു പോയവരോ ആണ് എന്ന് സ്വഹാബിമാരെ ചീത്ത പറയുന്നവരെ കുറിച്ച് മഹാനായ അല്ലാമ അബൂ സുർഅത്തുർ റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി, സ്വഹാബിമാർ അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അവരുടെ വാക്കുകൾക്കനുസരിച്ച് എത്രയോ ഇടങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ നബി തങ്ങളുടെ ഭാര്യമാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾക്ക് ഭാര്യമാരുമായി വിട്ടു നിൽക്കുന്നൊരു അവസ്ഥ വന്നപ്പോൾ മഹാനായ ഉമർ എന്നവർ പറഞ്ഞിട്ടുണ്ട്, അസാ റബ്ബുഹു യുബ്ദിലഹു ഖൈറം മിൻകുൻ, പെണ്ണുങ്ങളെ ദാരിദ്ര്യമാണ് റസൂലുള്ളാഹിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെക്കാളും ഖൈറായവരെ അള്ളാഹു ഹബീബിന് പകരം കൊടുക്കും. ഇതാര് പറഞ്ഞതാ? ഉമർ തങ്ങളുടെ വാക്കാണ്. അസാ റബ്ബുഹു അൻ യുബ്ദിലഹു ഖൈറൻ മിൻകുന്ന. ഉമർ തങ്ങളുടെ മോളക്കൂട്ടത്തിലുണ്ട് ഹഫ്സ ബീവി. ഹഫ്സ, നിങ്ങളെക്കാളും ഖൈറായവരെ, നബിതങ്ങളെങ്ങാനും നിങ്ങളെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെക്കാളും ഖൈറായവരെ അള്ളാഹു ഹബീബിന് പകരം കൊടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു സൂചിപ്പിക്കുകയാണ്. സൂറത്തു തഹ്രീമിലെ ആയത്ത് ഇതാണ്, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുൻ عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن. عسى ربه, ഒരുപക്ഷേ അല്ലാഹു ഇൻ ത്വല്ലഖകുന്ന, നിങ്ങളെ നബി തങ്ങളെങ്ങാനും ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ, നിങ്ങളെക്കാളും ഖൈറായവരെ ഹബീബിന് അല്ലാഹു പകരം കൊടുത്തേക്കും. എന്താ വിഷയം എന്നറിയോ? ഹബീബായ ഞങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു. വീട്ടിൽ റേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല, അരിയില്ല, ഗോതമ്പില്ല. മാസങ്ങളോളം വേവിച്ച് തിന്നുന്ന സാധനം ഹബീബിൻ്റെ വീട്ടിലില്ലാത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഫമാ യുഈശുക്കും, പിന്നെ എങ്ങനെ നിങ്ങളൊക്കെ ജീവിച്ചത്? ഇന്നമാ ഹുവൽ അസ്വദാൻ, വെള്ളവും ഈത്തപ്പഴവും, ഇത് തിന്നിട്ട് ജീവിക്കും, അത്ര തന്നെ. ഈത്തപ്പഴം എന്ന് പറയുകയാണെങ്കിലോ ഒരു ഈത്തപ്പഴം ഒരു ദിവസം ഒന്ന്, അത്രയൊക്കെ കിട്ടും. അങ്ങനെ ജീവിച്ച ജീവിതമായിരുന്നു ഹബീബിൻ്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുക്തിവാദി, ഒരു മലയാളി യുക്തിവാദി ചോദിക്കുന്നത് ഒരു ചെറിയ ക്ലിപ്പ് കണ്ടു. നിങ്ങൾ ജീവിക്കാൻ തങ്ങൾക്ക് എന്ത് വരുമാനം, നബി തങ്ങൾക്ക് വരുമാനം ഉണ്ടാവാൻ എന്താ ചെയ്തത്? ആ പണി തന്നെ ഞാനും ചെയ്യണത് എന്നാണ് ഈ മലയാളി മുസ്ലിം യുക്തിവാദി അയാൾ പറയുന്നത്. വാക്കിൻ്റെ പൊരുളതാണ്. അയാൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടുമേച്ച് നടന്നിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്. നുബുവത്ത് കിട്ടിയിടം മുതൽ നബി തങ്ങളുടെ ജീവിതം പട്ടിണിയുടെ ജീവിതമായിരുന്നു. നബി തങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല. നബി തങ്ങൾ മുതലാളിയായിട്ടുണ്ടോ എന്ന് വെച്ചാൽ, തങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ? തങ്ങളുടെ വീടും തങ്ങളുടെ മുംസലഖാച്ചും തങ്ങൾക്ക് എന്താണോ കയ്യിലുണ്ടായിരുന്നത്, ഇതൊക്കെ ഹദീസ് നോക്കിയാൽ മനസ്സിലായി. ഇയാൾ വിചാരിക്കണം എന്താ വെച്ചാൽ നബി തങ്ങൾ കോടീശ്വരനായി ജീവിച്ചു എന്നാണ് ഈ സാധു ഇസ്ലാം പഠിക്കാത്ത ഈ മനുഷ്യൻ പറയുന്നത്. തങ്ങൾ പട്ടിണിയിലായിരുന്നു, അതറിയണം. തങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാൽ ഇല്ലെങ്കിൽ നിരന്തരം നോമ്പ് നോറ്റിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. തങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തത്? അയാൾ വിചാരിക്കുന്നു നബി തങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു, സ്വഹാബികൾക്കിടയിൽ എന്നും നല്ല നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കായിരുന്നു. അല്ലല്ലോ, തങ്ങൾ പട്ടിണിയിലായിരുന്നു. തങ്ങൾ പട്ടിണി കിടന്ന ആളാണ്. അത് നിങ്ങൾ തയ്യാറുണ്ടോ? തങ്ങൾ ചെയ്ത പണി ചെയ്യാൻ തയ്യാറാണെങ്കിൽ? ഹബീബ് ദഅവത്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ആ ദഅവത്തിനിടയിൽ എന്തെങ്കിലും എവിടെന്നെങ്കിലും നബി തങ്ങൾക്ക് ദാനമായി വല്ലവരും കൊടുത്താൽ കഴിക്കും. ഇല്ലേ, രാവിലെ മുതൽ തങ്ങൾ പട്ടിണിയാ. തങ്ങൾ അന്ന് സുന്നത്ത് നോമ്പെടുക്കും. അന സ്വാഇം, നമ്മൾ നോമ്പ് മുറിക്കും.
ഇഫ്താർ നേരം, ആ നേരത്ത് പോലും നോമ്പ് മുറിക്കാതെ നബി തങ്ങൾ മുവാസ്വലത്ത് ചെയ്തിട്ടുണ്ട്. വിസ്വാൽ എന്ന് പറയും, നമുക്കത് ചെയ്യാൻ പാടില്ല. പക്ഷെ നബി തങ്ങൾ ഇന്നമാ യുത്ഇമുനി റബ്ബി വയസ്ഖീൻ, എൻ്റെ റബ്ബ് എനിക്ക് അറിവ് കൊണ്ട് ഭക്ഷണം തരുന്നുണ്ട് എന്ന് തങ്ങൾ പറയാറുണ്ട്. തങ്ങൾക്ക് അപ്പോഴും ഭക്ഷണം കിട്ടിയിട്ടില്ല, പട്ടിണിയാണ്. തങ്ങളുടെ ഭാര്യമാർ സമരം ചെയ്തു എന്ന് നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ അവർ പറഞ്ഞു, നബിയേ, ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമാണ്. അപ്പോഴാണ് നബി തങ്ങളുടെ തീരുമാനം വരുന്നത്, എൻ്റെ ഭാര്യമാരെ എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഈ പട്ടിണി സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് ഭൗതികമായി സൗകര്യങ്ങൾ വേണമെന്നുണ്ടോ, നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി കല്യാണം കഴിച്ചോളൂ. ആ സാഹചര്യമാണ് ഈ സൂറത്തു തഹരീമിലെ ആയത്ത് പറയുന്നത്. അപ്പോൾ തങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ചോദിച്ച് കളിയാക്കുന്നവൻ അറിയണം, നബിതങ്ങൾ പട്ടിണി കിടന്ന് ജീവിച്ച ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ പട്ടിണി കിടന്ന് ജീവിച്ച ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സ് ശഈരിൻ യൗമൈൻ, 2 ദിവസം വയറ് നിറച്ച് ബാർലി. അന്ന് ബാർലി എന്ന് പറയുന്നത് ഗോതമ്പിനേക്കാളും താഴ്ന്ന ഭക്ഷണമായിട്ട് അവരെന്ന് മനസ്സിലാക്കുക. തങ്ങൾക്ക് നബിതങ്ങൾ ഖുബ്സ് തിന്നിട്ട് വയറ് നിറയെ ഖുബ്സ് തിന്നാൻ 2 ദിവസം ഒരുമിച്ച് ജീവിതത്തിൽ സാധിച്ചിട്ടില്ലെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 നേരം മുഴുഭക്ഷണം നബിതങ്ങൾ കഴിച്ചിട്ടില്ല. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, രാത്രി ഭക്ഷണമില്ല. രാത്രിയുണ്ടോ, പിറ്റേന്ന് ഉച്ചക്ക് ഭക്ഷണമില്ല. ഇങ്ങനെ ഉച്ചഭക്ഷണവും രാത്രിയും 2 നേരം നബിതങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹത്താ ഖബലഹുല്ലാഹ്, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. നബിതങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് വഫാത്താകുന്നവരെ 2 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് പൊന്നു യുക്തിവാദി, റസൂലുള്ളാഹി തങ്ങളുടെ മേക്കിട്ട് കയറാൻ വരുന്നതിന് മുമ്പ് ഒന്നറിയണം ആ ജീവിതം എന്തായിരുന്നു എന്ന്. വെറും ഒരു സൈഡ് മാത്രം നോക്കുമ്പോൾ ഏതൊരു കാര്യം അങ്ങനെയാണ്. ഒരാളെയോ ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ നമ്മളങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് വിളിച്ചു പറഞ്ഞാലും നമുക്ക് സന്തോഷമായിരിക്കും, എന്ത് പറഞ്ഞാലും ന്യായീകരണമായിരിക്കും, എന്ത് ചെയ്യുന്നു നമുക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഒരാളോട് നമുക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അയാളോ ആ പ്രസ്ഥാനമോ ആ ആൾക്കൂട്ടമോ ചെയ്യുന്നത് മുഴുവൻ തെറ്റായിരിക്കും. അങ്ങനെയാണ് ചില ആളുകൾ ഇസ്ലാമിനെ മേക്കിട്ട് കയറാൻ വരുന്നത്. അവരറിയണം, റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത ദൗത്യം ദീനിൻ്റെ പ്രചാരണം തന്നെയായിരുന്നു, ആരാധനയാണ്, ഇബാദത്താണ്. കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഹബീബാ നബി തങ്ങൾ ഓടി നടന്നത് മുഴുവനും സത്യവും ധർമ്മവും പഠിപ്പിച്ചു കൊടുക്കാനാ സ്വല്ലല്ലാഹു. അതിനിടയിൽ യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. 10 കൊല്ലക്കാലം നബി തങ്ങൾ വിശ്രമിക്കുമെന്ന് നമ്മൾ വിചാരിച്ച കാലമായിരുന്നു മദീന കാലഘട്ടം. ആ മദീന കാലഘട്ടമെന്ന അവസാനത്തെ 10 കൊല്ലം ചെറുതും വലുതുമായ 40 യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബിൻ്റെ അവിടുന്ന് പട്ടിണിയിലാണ്. അവിടുന്ന് വഫാത്താകുമ്പോൾ ആ വീട്ടിൽ ഒരു തോൽപാത്രവും പിന്നെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരിച്ചിരുന്ന ഒരു തോലിൻ്റെ ഒരു വിരിപ്പും, ഇത് 2 സാധനങ്ങളെ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇതറിയണം. ഹബീബായ നബി തങ്ങൾ ആളുകളുടെ കൈ നീട്ടി യാചിച്ച് നബി തങ്ങൾ തടിച്ചു കൊഴുത്തു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല സഹോദര. പഠിക്ക് ഹബീബിൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഭാര്യമാർ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മിനിമം ഭക്ഷണം ആ വീട്ടിലില്ല. ആ സമയത്ത് ഇറങ്ങിയ ആയത്താണിത്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. സ്വഹാബിയത്തായ ഹബീബിൻ്റെ അനുയായികളായ ഭാര്യമാരെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലെങ്ങാനും ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ ഹബീബിൻ്റെ കൂടെ പട്ടിണി കിടക്കാൻ തയ്യാറുള്ള നിങ്ങളെക്കാളും ഖൈറായ പെണ്ണുങ്ങളെ ഹബീബിന് ഭാര്യമാരായി കൊടുക്കാൻ അല്ലാഹുവിന് കഴിയും. ഇത് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, റസൂലേ ഇഖ്തർതുല്ലാഹ വ റസൂലഹു, എനിക്ക് അല്ലാഹുവിൻ്റെ റസൂല് മതി, എനിക്ക് ഹബീബായ നബി മതി, അല്ലാഹു മതി, ഞാൻ പട്ടിണി കിടന്നോളാം എന്ന് ആദ്യം ഹബീബിൻ്റെ കൈപിടിച്ച് നബി ഞങ്ങൾക്ക് വാക്ക് കൊടുത്ത മഹദിയാണ് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അസാ റബ്ബുഹു അൻ യുബ്ദിലഹു ഖൈറൻ മിൻകുന്ന എന്ന് ഉമർ തങ്ങൾ പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളായി ഇറങ്ങിയിട്ടുണ്ട്. മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവിടുത്തെ കപടവിശ്വാസികൾ പറയാൻ പാടില്ലാത്തൊരപരാധം നുണ പറഞ്ഞു പരത്തിയപ്പോ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, പടച്ചവനെ ഇത് വലിയ നുണയാണല്ലോ എന്ന് അബൂ അയ്യൂബുൽ അൻസ്വാരി എന്ന സ്വഹാബി, അവരെ വീട്ടിലാണ് ഹിജറ കഴിഞ്ഞ് നബി ഞങ്ങൾ വന്ന ആദ്യ ദിവസം റസൂലുള്ളാഹി തങ്ങൾ താമസിക്കുന്നത്. ആ മഹാനായ സ്വഹാബിയുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം.
സൂറത്തുൻ നൂർ എടുത്ത് നോക്കിയാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് പറയുന്ന മഹദി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയുന്ന ആയത്തിൽ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം എന്ന് അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്ന സ്വഹാബിമാർ അവരുടെ വചനങ്ങൾ, ചില വാക്കുകൾ അല്ലാഹു അവൻ്റെ വിശുദ്ധമായ വചനങ്ങളിലെ ആയത്തുകളായി ഇറക്കുകയാണ്. ഈമാനിൻ്റെ പ്രതീകങ്ങളല്ലേ അവർ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ യൂട്യൂബ്, നമ്മുടെ ഫേസ്ബുക്കുകൾ, നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ ഓരോ യുക്തിവാദിയുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ഈമാനിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ പോലും കൃത്യമായി അറിയാതെ എന്തൊക്കെയോ വാക്കുകൾ വെച്ച് വ്യാഖ്യാനിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനിടയുണ്ട്, ഈമാൻ ഇളകാനിടയുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളുടേത് വീക്ഷിക്കുന്നവർ ശരിയായും അതിൻ്റെ മറുവശം എന്താണ് എന്നറിയുന്നവരായിരിക്കട്ടെ. ഇല്ലേ സൗകര്യപൂർവ്വം മാറ്റിവെക്കുക, വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കുക. സുബ്ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ എത്രയോ വലിയ ഈമാനുള്ളവരാണ്. എന്തുകൊണ്ടെന്നറിയോ? പുണ്യനബി തങ്ങളുടെ വഹീൻ്റെ സാക്ഷികളാണവർ. വഹി വരുന്നത് കണ്ണിൽ നേരിട്ട് കണ്ടവരാണവർ. വഹീൻ്റെ നേർസാക്ഷ്യമാണവർ. വഹി ഇറങ്ങുന്നത് അറിഞ്ഞിട്ടുണ്ട്. പുണ്യനബിക്ക് വഹി വരുന്ന രംഗം ഒരു സ്വഹാബിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ, അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ഇറങ്ങുമ്പോൾ ആ വഹി വരുന്ന രംഗം എങ്ങനെയാണ് എന്ന് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് ഉമറേ, എനിക്കൊന്ന് കാണിച്ചു തരണേ. ഉമർ തങ്ങളോട് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരുമ്പോൾ ആ വഹീൻ്റെ രംഗം ഉമർ തങ്ങളോട് പറഞ്ഞ സ്വഹാബി, ആ സ്വഹാബിയോട് ഉമർ തങ്ങൾ വരാൻ പറഞ്ഞു. ഇതാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരുന്നുണ്ട്, കാണണ്ടേ എന്ന് ചോദിച്ചു. കാണണമെന്ന കൗതുകം പറഞ്ഞു. അങ്ങനെ ആ സ്വഹാബിയെ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. തആൽ, എന്നിട്ട് വരിൻ. വകശഫൽ ഗിതാ, നബി തങ്ങൾ കിടക്കുന്ന മുറിയുടെ ആ ഒരു വിരിപ്പിങ്ങനെ നീക്കിക്കൊടുത്തു. ഫഇദാ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു ഗതീതുൻ ഗതീതുൽ ബക്കർ. ഗതീത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കൂർക്കം വലിക്കുക എന്നാണ്. ഉറക്കത്തിൽ കൂർക്കം വലിക്കൂലേ? ഒട്ടകം അങ്ങനെ ശബ്ദിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം ഹബീബിൻ്റെ നെഞ്ചത്ത് നിന്ന് വരുന്നത് ആ സ്വഹാബി കേട്ടു. فإذا بالنبي صلى الله عليه وسلم له غطيط كغطيط البكر. ബക്കർ എന്ന് പറഞ്ഞാൽ ഇബില്, ഒട്ടകം. ഒട്ടകത്തിൻ്റെ ശബ്ദം പോലോത്തത്, ഒരു കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരാളുടെ കൂർക്കം വലിയോട് സമാനമായൊരു ശബ്ദം പുണ്യനബി തങ്ങൾ കണ്ണടച്ച് കിടക്കുന്ന നേരം വഹി വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഇറക്കിക്കൊണ്ടിരിക്കുന്ന നേരമാണത്. തഅലൂഹു റഹദാ യഹ്മറു വജ്ഹുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾക്ക് നെഞ്ചകം വീർക്കുന്ന പോലെ, ഹബീബായ നബി തങ്ങൾക്ക് ഭാരമുണ്ട്, അവിടുത്തെ മുഖം ഇങ്ങനെ ചുമക്കുന്നുണ്ട്. വയഅറഖു ഹത്താ ഫിശ്ശിതാ, തണുത്ത് വിറക്കുന്ന തണുപ്പാണെങ്കിൽ പോലും വഹി വന്നാൽ നബിതങ്ങൾ വിറക്കുമായിരുന്നു. നബിതങ്ങൾ വിയർക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൂട് പോലെ, ചൂടെടുത്ത് വിയർക്കുന്ന പോലെ അതിശൈത്യമാണെങ്കിലും വഹിയുമായി ജിബ്രീൽ തങ്ങൾ വന്നാൽ ഹബീബ് വിയർക്കുമായിരുന്നു. അറാഹു സിഫത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ നുസൂലിൽ വഹി. വഹി ഇങ്ങനെ ഇറങ്ങുന്ന നേരത്തെ രംഗം ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പുണ്യനബി ഏതെങ്കിലും ഒരാളുടെ മടിയിലേക്ക് കാല് വെച്ച് കിടക്കുന്ന സമയത്താണ് ജിബ്രീൽ തങ്ങൾ വരുന്നതെങ്കിൽ തങ്ങളുടെ കാല് ആരുടെ മടിയിലാണോ വെച്ചത് അയാളുടെ എല്ല് കഅന്ന അദുമഹു യറുദ്, ആ എല്ല് പൊട്ടുന്ന പോലെ നബിതങ്ങളുടെ കാലിന് ഭാരമുണ്ടാകുമായിരുന്നു അത്രേ. ഒട്ടകപ്പുറത്ത് നബിതങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് വഹിയുമായി ജിബ്രീൽ തങ്ങൾ വരുന്നതെങ്കിൽ ആ ഒട്ടകം അവിടെ നിൽക്കും. ആ ഒട്ടകപ്പുറത്ത് നിൽക്കുന്ന അവസ്ഥയിൽ വഹിയങ്ങ് വന്നു തുടങ്ങിയാൽ വഹിയിൻ്റെ ഭാരം കൊണ്ട് ഒട്ടകം മുട്ടുകുത്തിപ്പോകുമായിരുന്നു. അങ്ങനെയാണ് വഹി ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, നബിയെ ഭാരമുള്ള ഒരു സംഗതിയാണ് അങ്ങേക്ക് നാം ഇറക്കിത്തരുന്നത്. ഖുർആൻ ഭാരമാണ്, വഹി ഭാരമാണ്.
അങ്ങനെ ആ ഭാരം അങ്ങ് നീങ്ങിയാൽ ഹബീബായ നബി തങ്ങൾ ആ വന്ന ഖുർആൻ മധുരമായി ഓതിക്കൊടുക്കും സ്വഹാബികൾക്ക്. അങ്ങനെയാണ് ഖുർആൻ 23 വർഷം ഇങ്ങനെ ഭാരമേറിയ ഖുർആൻ നമുക്ക് വേണ്ടി ആ ഭാരവും ആ ബുദ്ധിമുട്ടുമെല്ലാം സഹിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പരിപൂർണമായി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ അവർക്കല്ലയോ ഈമാൻ ഏറ്റവും കൂടുതൽ. കാരണം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തങ്ങളുടെ വരവുണ്ട് എന്ന് പറഞ്ഞ് ജിന്നുകൾ വിളിച്ചു പറഞ്ഞ കവിതകളുണ്ട്. അറബ് ലോകത്തത് വളരെ വ്യാപകമാണ്, എല്ലാവർക്കും അറിയാം. മഹാനായ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹുവാണ് ആ ജിന്നുകളുടെ ആ ഹുസാഫിൻ്റെ കഥ പറയുന്നത്. നമ്മളിവിടെ അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വിട്ടുകളയാണ്. ജിന്നുകൾ അഷ്റഫുൽ ഖൽഖ് ഞങ്ങൾ മക്കയിൽ ജനിക്കാൻ പോകുന്നുവെന്ന് തങ്ങളുടെ ജനനത്തിൻ്റെ മുമ്പ് ആ ജിന്നുകൾ യമനിൽ വെച്ച് വിളിച്ചു പറഞ്ഞൊരു ഹുസാഫിൻ്റെ ചരിത്രമുണ്ട്. ഹദീസിൽ വന്ന വിഷയമാണത്. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹുവാണത് ഉദ്ധരിക്കുന്നത്. ആ സംഭവം അറിഞ്ഞവരാണ് സ്വഹാബിമാർ. അഹ്ലു കിതാബ്, വേദം നൽകപ്പെട്ട ജൂതന്മാരും അന്നത്തെ ക്രിസ്ത്യാനികളും ഹബീബായ നബി തങ്ങളുടെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മദീനത്തേക്ക് താമസം മാറിയവരാണ്. ഷാമിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്. അത് സ്വഹാബിമാർക്കറിയാം. ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ഒരു ചെന്നായ സംസാരിച്ചത് വിശുദ്ധ ഹദീസിലുണ്ട്. ഒരു ആട്ടിടയൻ്റെ ആടിനെ ഒരു ചെന്നായ പിടിക്കാൻ വന്ന നേരം, എൻ്റെ ആടിനെ നീ തിന്നുകയോ എന്ന് പറഞ്ഞ് ആടിനെ പിടിച്ച് വലിച്ച് രക്ഷിച്ചപ്പോൾ ചെന്നായ പറഞ്ഞത്രേ, തഹൂലു ബൈനി വ ബൈന റിസ്ഖി, എൻ്റെയും എൻ്റെ റിസ്ഖിൻ്റെയും ഇടയിൽ നീ എനിക്ക് തടസ്സം നിൽക്കുകയാണോ? അപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു. ഒരു ചെന്നായുടെ വർത്തമാനം. അത്ഭുതപ്പെട്ട് ചോദിച്ചു, ചെന്നായ സംസാരിക്കേ? ആ ചെന്നായ സംസാരിച്ചു, എൻ്റെ സംസാരമാണോ നിനക്കത്ഭുതം? മദീനയിലേക്ക് ചെല്ല്, ഭാവിയും വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളും ഈമാനും ഹിക്മത്തും ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന പ്രവാചകൻ മദീനയിൽ വന്നിട്ടുണ്ട്. ആ മദീനയിലിരിക്കുന്ന പ്രവാചകനല്ലയോ ഞാനീ പറഞ്ഞ വാക്കിനേക്കാളും അത്ഭുതം? മദീനത്തേക്ക് പോ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ, ആട്ടിടയനെ, ആടുകളെ ഉപേക്ഷിച്ച് അയാൾ മദീനത്തേക്ക് ഓടി ഹബീബിൻ്റെ സ്വഹാബിയായി മാറിയത് ഒരു ചെന്നായുടെ സംസാരം കേട്ടുകൊണ്ടാണെന്ന് ഹദീസിലുണ്ട്, സ്വഹീഹായ ഹദീസ്. സ്വഹാബിമാർ അതിന് സാക്ഷിയാണ്. ഹബീബായ തങ്ങളുടെ വലത്തെ ചുമലിൻ്റെ ബേക്കിൽ പ്രവാചകത്വത്തിൻ്റെ സീലുണ്ടായിരുന്നു, ഖാതമുൻ നുബുവ. അതൊരു ചെമന്ന നിറമുള്ള ഒരു ഇറച്ചി കഷ്ണമായിരുന്നു. അത് സ്വഹാബിമാർ കണ്ണുകൊണ്ട് കണ്ടവരല്ലയോ? അവർക്ക് ഈമാൻ വർദ്ധിക്കില്ലേ നമ്മളെക്കാളും? എത്രയോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് പ്രവചനം ചെയ്തില്ലയോ? ആ പ്രവചനങ്ങളെല്ലാം പുലർന്നതായി ഗൈബുകളെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങളെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അതെല്ലാം പുലർന്നത് കണ്ണുകൊണ്ട് കണ്ടവരല്ലയോ അവര്? പുണ്യനബി ദുആ ഇരക്കുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടുന്നത് കണ്ണുകൊണ്ട് കണ്ടവരല്ലേ സ്വഹാബിമാർ? യാ റസൂലല്ലാഹ്, നബിയേ മഴ വേണം, മഴ വേണം നബിയേ, ഞങ്ങളുടെ കന്നുകാലികൾ ചത്തുപോകുന്നു നബിയേ, ഞങ്ങളുടെ പിഞ്ചു മക്കൾക്ക്, ഉമ്മമാർക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല നബിയേ, വെള്ളമില്ല, കന്നുകാലികൾക്ക് വെള്ളമില്ല, മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല നബിയേ, ഞങ്ങൾക്ക് മഴ വേണം എന്ന് മദീന പള്ളിയിൽ ഖുതുബയോതുന്ന ഹബീബിനോട് ജുമുഅന്റെ ഇടയിൽ വന്ന് പറഞ്ഞ ആ അറാബിയുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലാഹുമ്മ അഗ്സിനാ, ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ എന്ന് പുണ്യനബി മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് കയ്യുയർത്തിയപ്പോൾ ആ നിമിഷം മഴ പെയ്തതിന് മദീന പള്ളിയിലെ ജുമുഅക്ക് കൂടിയ ആയിരക്കണക്കിന് സ്വഹാബിമാർ സാക്ഷികളാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയട്ടെ, വമാ ഫിസ് സഹാബി മിൻ വമാ ഫിസ് സമായി ഖുസ്അത്തും മിനസ് സഹാബ്, ഒരു മേഘത്തിൻ്റെ പടലം പോലും, മേഘത്തിൻ്റെ ഒരു ചെറിയ നാര് പോലും ആകാശത്തില്ലാത്ത നേരത്ത് എവിടെ നിന്നോ മേഘങ്ങൾ ഓടിക്കൂടി വന്ന് മഴ പെയ്തു എന്ന് മാത്രമല്ല, ഞങ്ങൾ ചെളിയിലാണെന്ന് സുജൂദ് ചെയ്തത്. ആരുടെ ദുആഇന്റെ ഉത്തരം? ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഅ്ജിസത്ത് കണ്ണുകൊണ്ട് കണ്ടവരാണ് സ്വഹാബിമാർ. പിറ്റേ ആഴ്ച ഈ മനുഷ്യൻ തന്നെ ഓടി വന്നു, നബിയേ
നബിയേ ഹലക്ന, മഴ കൊണ്ട് ഞങ്ങൾ നശിച്ചു നബിയേ, മഴങ്ങ് പെയ്ത് വല്ലാതെ പെയ്തു നബിയേ, ഞങ്ങൾക്ക് മഴ മതി, ഞങ്ങൾക്ക് മഴ മതി. ഇനി മഴ പെയ്താൽ ഞങ്ങളുടെ വീടുകൾ കുത്തിയൊലിച്ചു പോകും, ഇനി മഴ പെയ്താൽ വെള്ളപ്പൊക്കമാകും നബിയേ, അള്ളാഹുവിനോട് നിർത്താൻ പറയണേ. മദീന പള്ളിയുടെ മിമ്പറിൽ തന്നെയാണ് റസൂലുള്ളാഹി തങ്ങളപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആകാശത്തൊരു വട്ടം വരച്ചു. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതിശ് ഷജർ. എവിടേക്കാണോ ആ വിരൽ കൊണ്ട് നബി തങ്ങൾ വട്ടം തീർത്തത്, ആ വട്ടം മാത്രം ഒഴിവായി അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് മേഘം പോകുന്നതും മഴ നീങ്ങുന്നതും സ്വഹാബിമാർ കണ്ടുവന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. വളരെ സ്വഹീഹായ പ്രബലമായ ഹദീസുകളാണിതൊക്കെ. ഈ സംഭവങ്ങൾക്ക് മുഴുവനും സാക്ഷികളാകുന്ന ഒരു സമൂഹത്തിൻ്റെ ഈമാൻ എത്ര വലുതായിരിക്കും ആലോചിച്ച് നോക്കൂ. മദീന പള്ളിയിൽ അവിടുന്ന് ചാരി നിന്നിരുന്ന ജിദ്ഉൻ നഖ്ല, ഈത്തപ്പനയുടെ തടി, ആ തടിയിൽ ചാരി നിന്നുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കാറുണ്ടായിരുന്നത്. എന്നാൽ അൻസാരികളിൽപ്പെട്ട ഒരു ഉമ്മ, അവരുടെ മകൻ ആശാരിപ്പണി അറിയുന്ന മോനാണ്, ഹബീബിനോട് വന്ന് പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ഒരു മിമ്പർ അങ്ങേക്ക് വേണ്ടി ഖുതുബ നിർവഹിക്കാൻ കയറി നിൽക്കാൻ പറ്റുന്ന 3 സ്റ്റെപ്പുകളുള്ള ഒരു മിമ്പർ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞ് ഉണ്ടാക്കി തരട്ടെയോ? ആ മിമ്പർ ഉണ്ടാക്കി കൊണ്ടുവന്ന് മദീന പള്ളിയിൽ സ്ഥാപിക്കുകയും മുമ്പുണ്ടായിരുന്ന അവിടുന്ന് ചാരി നിന്നിരുന്ന ഈത്തപ്പനയുടെ തടി ജിദ്ഉൻ നഖ്ല എന്നാണ് പറയാ. ഈ ഹദീസ് പറയുമ്പോൾ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പൊട്ടിക്കരയുമായിരുന്നു. ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ പുറത്ത് ചാരി വെച്ച ആ മരത്തടിയുടെ ഉള്ളിൽ നിന്ന് കരച്ചിലിൻ്റെ ശബ്ദം കേട്ടത് പ്രവാചകർ തങ്ങളുടെ മുഅ്ജിസത്തായിരുന്നു. മുഅ്ജിസത്ത് സ്വഹാബിമാർ മുഴുവനും കേട്ടു. ഒരു പിഞ്ചു പൈതൽ തേങ്ങി തേങ്ങി കരയുന്ന പോലെ. ആരാണ് ഈ കരയുന്നത്? നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ പള്ളിയുടെ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ആ പുറത്ത് ചാരി വെച്ച ഈത്തപ്പന തടിയിൽ നിന്നാണ് ഒരു പൈതലിൻ്റെ കരച്ചിൽ പോലത്തെ കരച്ചിൽ കേട്ടത്. മുതവാത്തിറായ ഹദീസ് എന്നതിനെ സംബന്ധിച്ച് പറയാം. മുതവാത്തിറായ ഹദീസ് ഒരു നിലക്കും നിഷേധിക്കാൻ കഴിയാത്ത അത്രയും വളരെ പ്രബലമായി ഒരു ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് തലമുറകളിലേക്ക് കൈമാറിയ ഹദീസാണിത്. ജിദ്ഉൻ നഖ്ല, ഈത്തപ്പനയുടെ തടിയുടെ ഹദീസ് എന്നാ പറയാ. ആ ഈത്തപ്പന തടിയെ പുണ്യനബി കൈകൊണ്ട് തലോടുകയും എന്തൊക്കെയോ അതിനോട് പറയുകയും ചെയ്തപ്പോൾ ഹദഅത്, അതിൻ്റെ കരച്ചിൽ നിർത്തി. എന്നിട്ട് തങ്ങൾ മദീന പള്ളിയുടെ മുൻവശത്ത് ആ ഈത്തപ്പനയുടെ തടിയെ മറവ് ചെയ്യാൻ പറഞ്ഞു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ ആ മരത്തടിയോട് എന്താണങ്ങ് പറഞ്ഞത്? തങ്ങൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ലയോ? നീ ശാന്തമാവ്, കരയല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണത് കരച്ചിൽ നിർത്തിയത്. ഹസനുൽ ബസ്രി തങ്ങൾ ഹദീസ് പറഞ്ഞുകൊണ്ട് പറയും, ഹാദൽ ജിദ്അ, ഈ ഈത്തപ്പന തടിയാണിത് കരയുന്നത്. ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ, ഹബീബിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഹബീബിൻ്റെ സ്പർശനം കിട്ടാതെ പോയപ്പോൾ, അങ്ങനെയാണെങ്കിൽ മജ്ജയും മാംസവും ബുദ്ധിയും തലച്ചോറുമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ ഹബീബിനെയോർത്ത് എത്ര കരയേണ്ടവരാണ്, എത്ര കരയേണ്ടവരാണ്. ഒരു മരത്തിന് ഇങ്ങനെ സങ്കടമുണ്ടെങ്കിൽ ഹബീബിനെയോർത്ത് നമ്മൾ എത്ര സ്നേഹിക്കേണ്ടവരാണ് എന്ന് ഹസനുൽ ബസ്രി തങ്ങൾ പറയുമായിരുന്നു റളിയല്ലാഹു അൻഹു. അവിടുത്തെ പരിശുദ്ധമായ വിയർപ്പിന് സുഗന്ധമായിരുന്നു. സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു ഹബീബിൻ്റെ വിയർപ്പിനെന്ന് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ, സ്വഹാഹു സിത്തയിലില്ലേ, സ്വഹീഹ് മുസ്ലിമിലില്ലേ, എല്ലാ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടില്ലേ. അവിടുത്തെ വിയർപ്പിന് സുഗന്ധമായിരുന്നു. സുഗന്ധമാണ് ഹബീബിൻ്റെ വിയർപ്പ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരിശുദ്ധമായ കൈ തണുപ്പായിരുന്നു, മൃദുലമായിരുന്നു. ഇന്നി ലഅജിദു ബർദ യദി റസൂലില്ലാഹി ഫീ സദരി,
16-17 കൊല്ലം കഴിഞ്ഞിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന ഈജിപ്തിലേക്ക്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ദീനിന്റെ വെളിച്ചവുമായി കടന്നു ചെന്ന സ്വഹാബി, മസ്ജിദ് അംർ ഇബ്നുൽ ആസ് എന്ന് ഇന്നും കൈറോവിൽ കാണുന്ന പള്ളിയുണ്ട്. മഹാൻ മദീനത്തുൽ ഫുസ്താത്തിൽ സ്ഥാപിച്ച ആദ്യകാല പള്ളിയായിരുന്നുവത്. ആ സ്വഹാബി വഫാത്താകാൻ കിടക്കുമ്പോൾ പറയുന്നുണ്ട്, ഈമാൻ സ്വീകരിച്ചപ്പോൾ, ഹബീബിൻ്റെ അരികത്ത് ചെന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എൻ്റെ ദേഹത്ത് കുപ്പായമില്ലായിരുന്നു. ഹബീബായ നബി അവിടുത്തെ മിനുമിനുത്ത കയ്യ്, തണുപ്പുള്ള കയ്യ്, ആ കൈ എൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് എനിക്കൊരു അടി തന്നിരുന്നു. ആ കൈസ്പർശത്തിൻ്റെ തണുപ്പ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആ കയ്യിൻ്റെ തണുപ്പ് ഞാൻ ഇപ്പോഴും, ഇന്നി ലഅജിദു ബർദ യദൈഹി ഫീ സുദ്രി, എൻ്റെ നെഞ്ചിൽ ഞാൻ ഇപ്പോഴും ഹബീബിൻ്റെ അന്നത്തെ കയ്യിൻ്റെ സ്പർശത്തിൻ്റെ തണുപ്പ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കുടിച്ച് ബാക്കി വെച്ച വെള്ളം, അവിടുന്ന് എവിടെ നിന്നാണോ ചുണ്ട് വെച്ച് കുടിച്ചത്, ആ സാദാ വെള്ളത്തിന് തേനിൻ്റെ മധുരമുണ്ടായിരുന്നുവെന്ന് സ്വഹാബിമാരുടെ റിവായത്തുകളിൽ കാണാൻ കഴിയും. അവിടുന്ന് വെള്ളം ആവശ്യമായി വന്നപ്പോൾ, യാത്രയിൽ വെള്ളം തീർന്നു പോയപ്പോൾ സ്വഹാബിമാരോട് മുഴുവൻ അവരുടെ കയ്യിൽ ബാക്കിയുള്ള വെള്ളം ഒരു തോൽപാത്രത്തിൽ ഒഴിക്കാൻ പറയുകയും പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട ഹബീബിൻ്റെ വിരലങ്ങ് വെച്ചു കൊടുത്തപ്പോൾ ഹബീബിൻ്റെ വിരലിനിടയിലൂടെ വെള്ളം മണ പൊട്ടിയൊഴുകി വന്നത് ഹബീബിൻ്റെ മുഅ്ജിസത്ത് കണ്ണുകൊണ്ട് കണ്ടവരാണ് സ്വഹാബിമാർ. ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ പട്ടിണി കൊണ്ട് സ്വഹാബിമാരെല്ലാം വയറ്റത്ത് ഭാരം കിട്ടാൻ വേണ്ടി ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോൾ 2 കല്ല് വെച്ച് കെട്ടിയ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وشد من سغب أحشاءه وطوى تحت الحجارة كشحا مترف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.